മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്ന ഷഹബാസ് നമ്മോടൊപ്പം ചേരുകയാണ്. മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഷബീബ് മീഡിയ വണ്ണിനൊപ്പം ചേരുകയാണ്. ഷബീബ്, ദൃശ്യങ്ങൾ ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആദ്യമായി പുറത്തു വന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിലൂടെ പ്രേക്ഷകർ കാണുകയാണ്. താങ്കൾ അവിടെ ആ സ്ഥലത്ത് എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ്. എന്താണ് താങ്കൾ അവിടെ കണ്ടത്? അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങള് ഏകദേശം 4 മണി 3:30-4 മണി ആകുമ്പോഴാണ് മുണ്ടക്കൈ ഏറ്റവും ടോപ്പിലെത്തുന്നത്, ഒരു പ്രത്യേക ഭാഗത്തെത്തുന്നത്. അവിടെ ഞങ്ങളും കുറച്ച് ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ടീമും NDRFന്റെ കുറച്ച് പേരും ഒരു 50-ൽ താഴെ ഉള്ള ആളുകൾ മാത്രമേ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ എത്തിയതിനു ശേഷമാണ് അവിടെ 100-ലധികം ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അവരെ ഫുള്ള് റെസ്ക്യൂ ചെയ്ത് താഴെ എത്തിച്ചു. അതില് രോഗികളായ ആളുകൾ ഉണ്ടായിരുന്നു, കാലിന്റെ എല്ല് പൊട്ടിയവരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ മണ്ഡപത്തിലുണ്ടായിരുന്ന കസാരകളും ബെഞ്ചൊക്കെ വെച്ച് അതിന്മേൽ കെട്ടി വെച്ചിട്ടൊക്കെയാണ് അവരെ താഴെ എത്തിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മറുഭാഗത്ത് 18-ലധികം ബോഡികൾ നമ്മളെടുത്തിട്ട് അവിടെ ഒരു പാടിയില് സേഫാക്കി വെക്കുകയും നമ്മളടുത്ത് ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കണ്ട ബോഡികൾ എടുക്കാതെ പോരേണ്ട അവസ്ഥ വരികയും ചെയ്തു. സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ അവിടെ എത്തിപ്പെട്ടത്. വേണ്ടത്ര ആളുകൾ വിഭവങ്ങൾ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. 50-ൽ താഴെ ആളുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഒരാളെ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് എത്തിക്കണമെങ്കിൽ തന്നെ, അതായത് അവിടേക്ക് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം സുഗമമായി നടത്തണമെങ്കിൽ കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തേണ്ടതുണ്ട്, കൂടുതൽ ഉപകരണങ്ങളൊക്കെ ആവശ്യമുണ്ട് അല്ലേ? അതെ, ആളുകളും അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളും സ്ട്രക്ചർ. വീടിന്റെ ഉള്ളിലൊക്കെ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ആ വീട്ടിൽ 5 ആളുണ്ട്, ഈ വീട്ടിൽ 3 ആളുണ്ട് അങ്ങനെ പറഞ്ഞു തരുന്നില്ല. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ. അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ 2 ബോഡി കൊണ്ട് വരുന്ന സമയത്ത് തൊട്ട് താഴായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് സ്ട്രക്ചർ എടുത്ത് വെച്ച് കെട്ടി വെച്ച് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതുപോലെ നമ്മുടെ അടുത്തില്ലാത്തത് കൊണ്ട് നാളെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥ ഉണ്ടായി. അതായത് ഇത്തരത്തിൽ ആളുകളെയൊക്കെ രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുക, മൃതദേഹം അടക്കം കൊണ്ടുവരിക എന്നത് ഈ ഒരു ദുർഘടമായ വഴിയാണ്. അത്തരത്തിൽ ചെങ്കുത്തായ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത്തരത്തിൽ അതുകൂടി കൂടുതൽ പ്രശ്നമാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലേ? അതെ, മഴയും വഴിയില്ലല്ലോ, ചവിട്ടുന്ന ആ ഭാഗം നമുക്ക് അരക്കൊപ്പം താഴ്ന്നു പോകുന്ന അവസ്ഥയുള്ള റോട്ടിൽ കൂടിയാണ് നമ്മൾ തിരിച്ചെത്തിക്കേണ്ടത്. കുത്തനെ കയറ്റം ഇറക്കമുള്ള സ്ഥലങ്ങളും വീതിയില്ലാത്ത വഴികളും അങ്ങനത്തെ ഭാഗങ്ങളും. അതായത് നിലവിൽ അവിടെ ഈ വീടുകളുടെ ഒക്കെ അവസ്ഥ എന്താണ്? അതായത് എവിടെയെങ്കിലും ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ വീടുകൾ ഒരു സ്കൂളാണെന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ചില കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. താങ്കൾ അവിടെ സന്ദർശിച്ച, അവിടെ എത്തിയ ആളെന്ന നിലയിൽ ചോദിക്കുകയാണ്, അവിടെ ഈ വീടുകളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ കെട്ടിടങ്ങളോ അതിന്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൃശ്യങ്ങളിൽ അധികവും ഈ ഉരുൾപൊട്ടി എത്തിയ കല്ലും മണ്ണും ഒക്കെ തന്നെയാണ് കാണുന്നത്. അതെ, ചൂരൽമലയിൽ നിന്ന് നേരെ മുണ്ടക്കൈ വരെ എത്തുന്ന ഭാഗത്തുള്ള ഏകദേശം എല്ലാ വീടുകളും പോയിട്ടുണ്ട്. ഇനി ഉള്ള വീടിന്റെ കാൽഭാഗം അത്ര വെച്ചിട്ട് അവശേഷിക്കുന്നുള്ളൂ. ബാക്കി മുഴുവനായിട്ട് പോയിട്ടുണ്ട്. വീടിന്റെ യാതൊരു അടയാളങ്ങളും ഇല്ലാതെ അങ്ങനെ അടിച്ചു പോയിട്ടുണ്ട്. അതായത് അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകളോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് ലഭിച്ചിരുന്നോ? അതായത് ഒരു പക്ഷേ വീടുകളൊക്കെ ഈ മണ്ണിനടിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ടാകാം, അതിനടിയിൽ അത്തരത്തിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്, എന്തെങ്കിലും വീടുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ അവിടെ? ഉണ്ട്. മോളില് മുണ്ടക്കൈ പള്ളിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീടുകളില് ലാസ്റ്റ് നമുക്ക് അവിടെ നിന്നൊരു ജീവനോടെ ഒരാളെ കിട്ടിയത്. അയാളെ ബാക്കിക്കാര് മരിച്ചെടുക്കാണ്. ഇന്ന് വൈകുന്നേരമാണ് അയാളെ സ്വീകരിക്കുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ അതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് അവരെന്നെ പറയുന്നു. അതായത് ഇനിയും ആളുകൾ അവിടെ കുടുങ്ങി കിടക്കുന്നു എന്ന് പറയുന്നു അല്ലെ? പ്രദേശത്തുള്ള കിടക്കുന്നുണ്ട്. ഞങ്ങൾ ലൈവായി കണ്ടുവന്ന ആളുകളാണ്. അതായത് അവരെ രക്ഷിച്ചെടുക്കാനുള്ള ഈ ഉപകരണങ്ങളൊക്കെ തന്നെ കാലാവസ്ഥ മോശമായതുകൊണ്ട് ഇനി അടുത്തത് പൊട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞു.
അതായത് ഇനിയിപ്പോൾ നാളെ അവിടേക്ക് എത്തുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് എന്തൊക്കെ രീതിയിലുള്ള ഉപകരണങ്ങളൊക്കെ വേണമെന്നാണ് കരുതുന്നത്? കാരണം ഇന്ന് അവിടെ എത്തി അവിടുത്തെ ഒരു സാഹചര്യം താങ്കൾ മനസ്സിലാക്കിയതാണ്, എത്രത്തോളം ഭീകരമാണ് എന്ന് താങ്കൾ കണ്ടറിഞ്ഞ ഒരാളാണ്. അപ്പോൾ നാളെ അത്തരത്തിൽ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് എത്തുമ്പോൾ ഈ കോൺക്രീറ്റ് കട്ട് ചെയ്ത് ആളുകളെ പുറത്തെടുക്കാൻ അടക്കമുള്ള മെഷീനുകളൊക്കെ ഒരുപക്ഷെ ആവശ്യമായിരിക്കും അല്ലേ? അതെ, കോൺക്രീറ്റ് കട്ടർ, പിന്നെ വെൽഡിംഗ് മെഷീൻ, പിന്നെ ജനറേറ്റർ മോഡൽ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഷീറ്റ്, വീടിന്റെ മുകൾ ഭാഗത്തുള്ള ഷീറ്റ് അങ്ങനെ വീണിട്ട് താഴെയുള്ളതടക്കം കാണാത്ത കുളത്തിൽ അതേപോലെ താഴ്ന്നെടുക്കുന്ന അവസ്ഥയുണ്ട്. അതിന്റെ ഉള്ളിലൊക്കെ ആളുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് കട്ടിങ്ങും ഇതിന്റെ കൈക്കോട്ട് സ്ട്രക്ചറാണ് മെയിനായിട്ട് വേണ്ടത്. നമ്മുടെ അടുത്ത് ഷോർട്ട് വന്ന സാധനം സ്ട്രക്ചറാണ്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ട്, അങ്ങനത്തെ നോട്ടം കൂടി ആയതുകൊണ്ട് സ്ട്രക്ചറും സംവിധാനങ്ങളും വേണം. അതായത് ഈ ഉപകരണങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു വഴി എത്രത്തോളം ആളുകൾക്ക് അങ്ങോട്ട് എത്താൻ സാധിക്കും? ഒരുപക്ഷെ ഈ വലിയ ഉപകരണങ്ങൾ, ഈ JCB അടക്കമുള്ള വലിയ ഉപകരണങ്ങളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നത് ഈ ഒരു ഘട്ടത്തിൽ വളരെ ദുഷ്കരമായിരിക്കുമല്ലോ. അല്ല, ഇത് ഈ താഴെ പുഴ കടന്നു കഴിഞ്ഞാൽ അവിടെ ജീപ്പുണ്ട്, 2 ജീപ്പുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഏകദേശം ഭാഗങ്ങളിലെത്താം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ല. അപ്പം വലിയ റിസ്ക് ഒന്നും തോന്നുന്നില്ല. അതായത് നോക്കുകയാണെങ്കിൽ അത് അവിടെ നിന്ന് ഇത്ര ജനറേറ്ററും പെട്രോൾ എത്തിക്കലൊന്നും ഇത്ര റിസ്ക് ഉള്ളത് കാര്യമല്ല. ശരി. ബോഡി ലൈവായി കണ്ട സാധനം എടുക്കാൻ പറ്റാത്ത ആ സങ്കടമാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾ അവിടെ ഇനിയും മൃതദേഹങ്ങൾ കണ്ടിരുന്നു, അത് ഈ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് എടുക്കാൻ കഴിഞ്ഞില്ല അല്ലേ? അല്ല, ഇപ്പൊ തന്നെ ബോഡി ഏകദേശം നമുക്ക് ഇന്ന് കിട്ടിയ ബോഡികൾ പകുതി ഇല്ല, കൈയും കാല് മാത്രം, തലയില്ലാത്ത, തല അരഞ്ഞു പോയത്, അങ്ങനത്തെ ഉള്ള അവസ്ഥയിലുള്ള ബോഡികളാണ്. അപ്പൊ അത് സേഫാക്കി തന്നെ നമ്മൾ എടുത്തു മാറേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ഉപകരണങ്ങളില്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. നാളെ ഇറങ്ങുന്ന ടീം ഫസ്റ്റ് മുണ്ടക്കൈയാണ് എത്തേണ്ടത്. ശരിക്കും മുണ്ടക്കൈ അത്രയും ആളുകൾ അവിടെ വീടിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് അവിടെ എത്തിയിട്ട് ആ ഭാഗങ്ങൾ ഒന്ന് നല്ല സെർച്ച് ചെയ്യണം. ഉപകരണങ്ങളായിട്ട് പോയി അത്രയും ആളുകളും വേണം. കുറച്ചാളുകൾ പോയതുകൊണ്ട് കാര്യമില്ല, അത്രയും ആളുകൾ തന്നെ നമ്മളിൽ ആളുകളെ പറ്റുന്നുണ്ട്. അതായത് താങ്കൾ പറയുന്നത് നാളെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ഈ മുണ്ടക്കൈ ഭാഗത്താണ്. ഒരുപക്ഷെ അതിന് ചില ആളുകളൊക്കെ തന്നെ നേരത്തെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു, ഈ മുകളിലേക്ക് ഈ ചില ആളുകളൊക്കെ തന്നെ മുകളിലേക്കൊക്കെ കയറി പോയിട്ടുണ്ടത്. അപ്പോൾ ആ പ്രദേശത്തിന്റെ മുകളിലും ഇനി ജനവാസ മേഖല അത്തരത്തിൽ ഈ കാണാൻ എന്തെങ്കിലും വീടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിച്ചിരുന്നോ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തിന്റെ അപ്പുറത്ത്? ആ പള്ളിന്റെ ഭാഗത്തുള്ള വീടുകൾ കഴിഞ്ഞിട്ടുള്ള മുകളിലുള്ള ഭാഗത്താണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. അവിടെ വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ആകെ ഭൂപ്രകൃതി ആകെ മാറിക്കൊണ്ടുള്ളത്. ആ ഭാഗത്തു നിന്നാണ് ഇപ്പം നമ്മൾ 2 മൃതദേഹങ്ങളൊക്കെ എടുക്കാതെ പോകുന്നത് എന്ന് പറഞ്ഞതൊക്കെ ആ വീടുകളില്ലാത്ത ഒഴിഞ്ഞെടുക്കുന്ന മുകൾ ഭാഗത്താണ് നമ്മൾ കണ്ടത്. ആ വീടുകൾ ഉള്ളതിന്റെ മുകൾ ഭാഗം. ജീവനോടെ ആളുകളെ, താങ്കൾക്ക് എത്ര ആളുകളെ അവിടെ മുണ്ടക്കൈയിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചിരുന്നു നിങ്ങളടക്കമുള്ള സംഘത്തിന്? ഇന്ന് നമ്മള് ന്യൂസിൽ വന്നെന്നൊക്കെ പറയുന്നുണ്ട്. ചളിയിൽ തല ഭാഗം വരെ മുങ്ങി കിടന്ന ആളുകളൊക്കെ പിന്നെ നമ്മളെ ടീമും വെച്ചിട്ടാണ്, പിന്നെ ഗവൺമെന്റ് ടീമും നമ്മളൊക്കെ കൂടിയിട്ടാണ് ഒരു 2 കിലോമീറ്ററിന്റെ അടുത്ത് കാട്ടിലൂടെ സ്ട്രക്ചറിൽ വെച്ച് ഇതാണ് അവസ്ഥ. ചളിയിൽ താണു പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഹെവി റിസ്ക് എടുത്തിട്ട് തന്നെയാണ് അവരെ ജീവനോടെ പിന്നെ ആംബുലൻസിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഒരു 2 കിലോമീറ്ററോളം ഒരു 2 അടി വീതിയുള്ള വഴിയിലൂടെ കൊണ്ടുപോയത്. അതേപോലെ തന്നെ മുകളിൽ നിന്ന് 100-ലധികം ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പരിക്ക് പറ്റിയ ഒരു 10 കുറയാത്ത ആളുകളെയും അവിടുന്ന് മുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതായത് താങ്കൾ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ മൃതദേഹങ്ങൾ അധികവും ഈ ശരീരഭാഗങ്ങളൊക്കെ വേർപെട്ട രീതിയിലാണ് എന്ന് താങ്കൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആകെ കെട്ടി തുണിയിലൊക്കെ തന്നെ പൊതിഞ്ഞ് അത്തരത്തിൽ താഴേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും അല്ലേ ഉണ്ടാവുക? ഇത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ വികൃതമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ നാളെ ഇന്നൊക്കെ നമ്മള് ഗ്ലൗസ് പോലും ഇല്ലാതെയാണ് അങ്ങനത്തെ മൃതദേഹങ്ങളൊക്കെ എടുത്ത് വെച്ചത്. ശരിക്കും നാളെ പോകുമ്പോൾ അതൊക്കെ ആ മുൻകരുതൽ ഉണ്ടാവുണ്ടാവും. താങ്കൾ അടക്കമുള്ള സംഘം നിലവിൽ അവിടെ തന്നെയാണോ ഉള്ളത്? അതായത് ആ സ്ഥലത്ത് തന്നെയാണോ നിലവിൽ രാത്രിയും തങ്ങുന്നത്? ഇല്ല, ഇപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് കോൾ വന്നത്. ശരി, വളരെ നന്ദി. നമ്മളെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പിന്നെ
IRWന്റെ വളണ്ടിയർമാരാണ് അവരെ മൃതദേഹങ്ങൾ കുളിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഹെൽപ്പ് വരുന്നു. അപ്പൊ അവരെ കൂട്ടി ഇപ്പൊ വീട്ടിലോട്ട് പോവാണ്. ശരി ഹബീബ്, വളരെ നന്ദി ഹബീബ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.